നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാപ്രവചനം 35-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യോശിയാവിന്റെ മകനായ യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ കാലത്ത് യിരെമ്യാവിന് യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ രേഹാബ്യ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ഞാൻ ഹബസീന്യാവിന്റെ മകനായ യിരെമ്യാവിന്റെ മകൻ യേസന്യാവെയും അവന്റെ സഹോദരന്മാരെയും അവന്റെ സകല പുത്രന്മാരെയും രേഹാബ്യഗ്രഹം മുഴുവനെയും കൂട്ടി യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിന്റെ മകനായ വാതിൽക്കാവൽക്കാരൻ മയസയാവിന്റെ മുറിക്കുമീതെ ഇഗ്നന്യാവിന്റെ മകനും ദൈവപുരുഷനുമായ ഹാനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ രേഹാബ്യഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീനെന്ന് പറഞ്ഞു. അതിനവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. രേഖാബിന്റെ മകനായ ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായി യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്ത് ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു. എന്നാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വരുവീൻ, കൽദയരുടെ സൈന്യത്തിന്റെയും അരാമ്യരുടെയും സൈന്യത്തിന്റെയും മുമ്പിൽ നിന്ന് നമുക്ക് യെരുശലേമിലേക്ക് പൊയ്ക്കളയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ യെരുശലേമിൽ പാർത്തു വരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പറയേണ്ടത്, എന്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. രേഖാബിന്റെ മകനായ യോനാദാബിന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു. അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്ന് വരെ കുടിക്കാതെ ഇരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കുവീൻ. അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കും എന്നിങ്ങനെ പ്രവാചകന്മാരായ എൻ്റെ സകലദാസന്മാരെയും ഞാൻ ഇടപെടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ട് നിങ്ങൾ ചെവി ചായ്ക്കുകയോ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയോ ചെയ്തിട്ടില്ല. രേഖാബിന്റെ മകനായ യോനാദാബിന്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു. ഈ ജനമോ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ചെയ്യായക കൊണ്ട് ഞാൻ യഹൂദയുടെ മേലും യെരുശലേമിലെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും. പിന്നെ യിരെമ്യാവ് രേഹാബ്യ ഗൃഹത്തോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കൊണ്ട് എൻ്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിന്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രായേൽ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. ഈ 35-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 18-19 പിന്നെ യിരെമ്യാവ് രേഖാബഗ്രഹത്തോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കൊണ്ട് എൻ്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിന്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല. യോശിയാവിന്റെ മകനായ യെഹോയാക്കീമിന്റെ കാലത്ത് ഉണ്ടായ സംഭവമാണ് ഇത്. രേഹാബ്യരെ മാതൃകയാക്കി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേലിന് യിരെമ്യാവ് പ്രബോധനം നൽകുന്ന അധ്യായമാണ് ഈ 35-ാം അധ്യായം. രേഹാബ്യർ കേന്യരായിരുന്നുവെന്ന്
ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 2:55 കേന്യരൊരു മിദ്യാനി വിഭാഗം ആയിരുന്നുവെന്ന് സംഖ്യാപുസ്തകം 10:29 ഉണ്ട്. അവർ കൂടാരവാസികളായി സഞ്ചരിച്ച് ലോഹപ്പണി ചെയ്തിരുന്നുവെന്ന് കരുതുന്നു. മോശയുടെ അമ്മായിയപ്പൻ കേന്യനായിരുന്നു. മോശയുടെ അളിയൻ കേന്യനായ ഹോബാബ് ഇസ്രായേൽ സഭയോട് ചേർന്നതുപോലെ അതിനായതോമാട് പുസ്തകം 4:11 ഇവരും ഇസ്രായേൽ സഭയോട് ചേർന്നവരും അവരുടെ നേതാവായ യോനാദാബിന്റെ ആജ്ഞ അനുസരിച്ച് ഭക്തി മുറുകെ പിടിച്ച് ജീവിച്ചവരുമായിരുന്നു. ദൈവം കൽപ്പിച്ചതനുസരിച്ച് യിരെമ്യാവ് അവരെ ദേവാലയത്തിൽ ഒരു മുറിയിൽ വരുത്തി മദ്യം നിറഞ്ഞ പാത്രങ്ങൾ കാണിച്ചിട്ടത് കുടിക്കാൻ പറഞ്ഞു. പക്ഷെ അവർ അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞത്, ഞങ്ങളുടെ പിതാമഹൻ യോനാദാബ് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ല, ഇനിയും കുടിക്കുകയുമില്ല എന്നായിരുന്നു. യിരെമ്യാവ് അവരെ പരീക്ഷിക്കുകയായിരുന്നു. അബ്രഹാം ലോത്തിനെ പരീക്ഷിച്ചുകൊണ്ടാണ് നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞത്. നിന്നെ വിട്ടു പിരിയാൻ എന്നോട് പറയരുത് എന്ന് വേണമായിരുന്നു ലോത്ത് പറയാൻ. നവോമി മരുമക്കളോട് നിങ്ങൾക്ക് സാന്താന്റെ ദേവന്മാരുടെ അടുക്കൽ പോകാമെന്ന് പറഞ്ഞതും പരീക്ഷയായിരുന്നു. ആ പരീക്ഷയിൽ രൂത്ത് വിജയിച്ചു. അവൾ പറഞ്ഞു, നിന്നെ വിട്ടു പോകാൻ എന്നോട് പറയരുത്, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ദൈവം എൻ്റെ ദൈവം. യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ, പിതാക്കന്മാർ സേവിച്ച വിഗ്രഹങ്ങളെ സേവിക്കാം, പക്ഷേ ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതൊരു പരീക്ഷണമായിരുന്നു. അതിൽ ഇസ്രായേൽ ജയിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ യഹോവയെ സേവിക്കും. ഏലിയാവ് ജനത്തോട് പറഞ്ഞു, ബാലാണ് ദൈവമെങ്കിൽ ബാലിനെ സേവിക്കുക, യഹോവയാണെങ്കിൽ യഹോവയെ സേവിക്കുക. ജനം പറഞ്ഞു, ഞങ്ങൾ യഹോവയെ സേവിക്കും. യേശു തൻ്റെ അരുമശിഷ്യരോട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം. അതൊരു പരീക്ഷയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു. ഇവിടെ ഈ പരീക്ഷയിൽ രേഹാബിന്റെ മക്കളായ യോനാദാബിന്റെ മക്കൾ വിജയിച്ചു. അവരെ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന് പ്രബോധനം നൽകിക്കൊണ്ട് നിങ്ങളുടെ ദുർമാർഗങ്ങളും വിഗ്രഹ സേവയും വിടാൻ യിരെമ്യാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ബാബേൽ രാജാവ് നിങ്ങളെ അടിമകളാക്കും. രേഹാബ്യർക്ക് നിത്യം ദേവാലയ ശുശ്രൂഷ ദൈവം വാഗ്ദാനം ചെയ്തു. ദേവാലയത്തിലെ സംഗീത കാര്യങ്ങളിലും അതുപോലെ വാതിൽ കാവൽക്കാർ എന്നുള്ള കാര്യത്തിലും ആയിരുന്നു അവരുടെ സേവനം എന്ന് യഹൂദ പാരമ്പര്യം പറയുന്നു. മക്കളെ പുരോഹിതന്മാരുമായി വിവാഹം കഴിച്ചതിലൂടെ ആകാം അവർക്ക് ഈ ദേവാലയ ശുശ്രൂഷയോട് ബന്ധമുണ്ടാകാൻ ഇടയായി തീർന്നതെന്നും കരുതുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരെ അനുസരിക്കേണ്ട വലിയ ബാധ്യത, അവർ പറയുന്നതിനെ ആദരിക്കേണ്ട വലിയ ബാധ്യത മക്കൾക്കുണ്ട്. ഒരുപക്ഷെ അത് നാട്ടുനടപ്പിന് അല്പം വിപരീതമായ, അല്പം കഠിനമായതായിരിക്കാം. പക്ഷേ മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ദൈവത്തിനു വേണ്ടി നമ്മളും ആ തീരുമാനമെടുക്കുന്ന പക്ഷം ദൈവത്തിന് അതിഷ്ടമാണ്. ഇവിടെ രേഹാബ്യർ ഈ തീരുമാനം അതിൽ ഉറച്ചു നിന്നതിനാൽ ദൈവം പറയുന്നത്, എൻ്റെ മുമ്പാകെ നിൽക്കാൻ നിങ്ങൾക്ക് ഒരു പുരുഷനില്ലാതെ വരികയില്ല എന്നാണ്. യഹൂദന്മാർക്ക് 10 കൽപ്പന അതൊക്കെ ധാരാളം മതി. പക്ഷേ രേഹാബ്യർ യഹൂദരായിരുന്നില്ല, അവര് മിദ്യാന്യരായിരുന്നു. അതുകൊണ്ട് അവര് തീരുമാനിച്ചു, യഹൂദനുള്ള പ്രമാണം പോരാ, അതിനെ കവച്ചു വയ്ക്കുന്ന, ആ നീതിയെ കവിയുന്ന ഒരു പ്രമാണം നമുക്ക് വേണം. കാരണം ദൈവം നമ്മളെ അംഗീകരിച്ചല്ലോ. അങ്ങനെയാണ് അവര് മദ്യം കഴിക്കുകയില്ല എന്നും അതുപോലെ അവർ പണക്കാരാകാൻ ശ്രമിക്കുകയില്ല എന്നും തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അംഗീകരിച്ചല്ലോ. നമ്മുടെ കുറവുകളെ, നമ്മുടെ പിതാക്കന്മാരുടെ കുറവുകളെ ഓർക്കാതെ അംഗീകരിച്ചല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ചെയ്യുവാൻ ഇബ്താഹിനെ പോലെ, ഹന്നയെപ്പോലെ ദൈവത്തിനായി നേർച്ച നേരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.